പഴയ നിയമവും പുതിയ നിയമവും അടങ്ങിയ ഗ്രന്ഥമാണ് സത്യവേദ പുസ്തകം അല്ലെങ്കിൽ ബൈബിൾ. ഇതിൽ നമുക്ക് പുതിയ നിയമം എന്താണ് എന്ന് പഠിക്കാം. യേശുക്രിസ്തുവിൻ്റെ ജനനം, ബാല്യകാലം, പരസ്യജീവിതം, മരണം, പുനരുത്ഥാനം, ക്രിസ്തുമതത്തിൻ്റെ ആദ്യകാല ചരിത്രം, ധാർമ്മികോപദേശങ്ങൾ, ആരാധനാരീതികൾ, പുതിയ ആകാശം, പുതിയ ഭൂമി തുടങ്ങി ധാരാളം വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന 27 ബുക്സ് 27 പുസ്തകങ്ങൾ അടങ്ങിയ ഗ്രന്ഥമാണ് പുതിയ നിയമം എന്ന് അറിയപ്പെടുന്നത്. സത്യവേദ പുസ്തകത്തിൽ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്, ഫോർ ഗോസ്പൽസ്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ സുവാർത്തകൾ എന്നാണ് അറിയുന്നത്. അപ്പോൾ 4 വ്യക്തികൾ ചേർന്നിട്ടാണ് ഈ സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിങ്ങനെ 4 വ്യക്തികളാണ് ആദ്യത്തെ 4 സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇനി 5-ാമത്തെ പുസ്തകം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവർത്തികളാണ്, അതായത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ. ഇത് ചരിത്ര പുസ്തകം എന്നാണ് പുതിയ നിയമത്തിൽ അറിയപ്പെടുന്നത്. ക്രിസ്തീയ സഭയുടെ സ്ഥാപനത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത്. അതുകൊണ്ട് സഭാചരിത്രം അല്ലെങ്കിൽ ചർച്ച് ഹിസ്റ്ററി എന്നാണ് ഈ അപ്പോസ്തല പ്രവർത്തികൾ അറിയപ്പെടുന്നത്. 6 മുതൽ 26 വരെയുള്ള പുസ്തകങ്ങൾ ലേഖനങ്ങളാണ്. 13 ലേഖനങ്ങൾ അപ്പോസ്റ്റൽ പോൾ, അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനങ്ങളാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങൾ അല്ലെങ്കിൽ പൗലോസിൻ്റെ കത്തുകൾ എന്ന് ഈ ലേഖനങ്ങൾ അറിയപ്പെടുന്നു. 19 മുതൽ 26 വരെയുള്ള ലേഖനങ്ങൾ ജനറൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ പൊതുലേഖനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പൗലോസിൻ്റെ ലേഖനങ്ങളെ പോലെ ഏതെങ്കിലും ഒരു സഭാ സമൂഹത്തിനെയോ വ്യക്തിക്കോ വേണ്ടി അല്ലാതെ ആദിമ ക്രിസ്തീയ സഭയ്ക്ക് മുഴുവനും വേണ്ടി എഴുതപ്പെട്ട എന്ന നിലയിലാണ് ഇവയ്ക്ക് പൊതുലേഖനങ്ങൾ അല്ലെങ്കിൽ ജനറൽ എപ്പിസ്റ്റൽസ് എന്ന പേര് ഉണ്ടായത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 27-ാമത്തെ പുസ്തകമാണ്. 27-ാമത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് യോഹന്നാന് ലഭിച്ച വെളിപ്പാടുകളെക്കുറിച്ചാണ് പറയുന്നത്. പ്രധാനമായിട്ടും പ്രവചന പുസ്തകം എന്ന പേരിലാണ്, പുതിയ നിയമത്തിലെ പ്രവചന പുസ്തകം എന്ന പേരിലാണ് വെളിപ്പാട് പുസ്തകം അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടി ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങൾ എന്ന് അറിയപ്പെടുന്നു. മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. 5-ാമത്തെ പുസ്തകം അപ്പോസ്തല പ്രവൃത്തികൾ, സഭാ ചരിത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. 6-ാമത്തെ പുസ്തകം റോമർക്കെഴുതിയ ലേഖനം, 7 കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം, 8 കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം, 9 ഗലാത്യർക്കെഴുതിയ ലേഖനം, 10 എഫേസ്യർക്കെഴുതിയ ലേഖനം, 11 ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം, 12 കൊലോസ്യർക്കെഴുതിയ ലേഖനം, 13 തെസലോനിയർക്ക് എഴുതിയ 1-ാം ലേഖനം, 14 തെസലോനിയർക്കെഴുതിയ 2-ാം ലേഖനം, 15 തിമത്യോസിനെഴുതിയ 1-ാം ലേഖനം, 16 തിമത്യോസിനെഴുതിയ 2-ാം ലേഖനം, 17 തീത്തോസിനെഴുതിയ ലേഖനം, 18 ഫിലേമോന് എഴുതിയ ലേഖനം, 19 അവിടെ നിൽക്കട്ടെ. അപ്പം ഇങ്ങനെ 6 മുതൽ 18 വരെ എന്താണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങളാണ് അറിയപ്പെടുന്നത്. ഇനി 19-ാമത്തെ ലേഖനം എബ്രായർക്ക് എഴുതിയ ലേഖനം, 20 യാക്കോബ് എഴുതിയ ലേഖനം, 21 പത്രോസ് എഴുതിയ 1-ാം ലേഖനം, 22 പത്രോസ് എഴുതിയ 2-ാം ലേഖനം, 23 യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം, 24 യോഹന്നാൻ എഴുതിയ
രണ്ടാം ലേഖനം, 25 യോഹന്നാൻ എഴുതിയ മൂന്നാം ലേഖനം, 26 യൂദ എഴുതിയ ലേഖനം. ഇങ്ങനെ 19 മുതൽ 26 വരെയുള്ള ലേഖനങ്ങൾ ജനറൽ എപ്പിസ്റ്റൽസ് അഥവാ അല്ലെങ്കിൽ പൊതുലേഖനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. 27 വെളിപ്പാട്, യോഹന്നാനുണ്ടായ വെളിപ്പാട്. അപ്പോൾ ഇങ്ങനെ 27 പുസ്തകങ്ങളാണ് പുതിയ നിയമത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പുതിയ നിയമം എന്താണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്കിനി ഓരോ പുസ്തകങ്ങളെക്കുറിച്ചും വിശദമായിട്ട് പഠിക്കാം. താങ്ക് യു.